ക്ഷേമ പദ്ധതികൾക്ക് കേരള മോഡൽ മാതൃക തീർത്ത LDF സർക്കാർ 66 ലക്ഷം പേർക്ക് 1600 രൂപ വീതം പെൻഷൻ കൊടുക്കുന്ന സംസ്ഥാനം. കുടിശ്ശിക വന്നത് ഗഡുക്കളായി കൊടുത്തു തീർക്കുന്നു. ഇപ്പോൾ നവംബറിലും ഒരു കുടിശ്ശിക കൊടുത്തു തീർത്തു. അങ്ങനെ 45,000 പേർ ചേലക്കര മണ്ഡലത്തിൽ മാത്രം ഈ ക്ഷേമ പെൻഷൻ പറ്റുന്നവരുണ്ട്. വ്യാജ പ്രചരണങ്ങളെയും അസത്യ പ്രചരണങ്ങളെയും ജനങ്ങൾ തള്ളിക്കളയുമെന്നോടുകൂടിയാണ് കെ രാധാകൃഷ്ണൻ ഇപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിച്ച് വിവരങ്ങളുമായി ഇപ്പോൾ സാലി മുഹമ്മദ് ചേലക്കര മണ്ഡലത്തിൽ വിവരങ്ങളുമായി ചേരുകയാണ്. സാലി, വലിയ തരത്തിലുള്ള വോട്ടിംഗ് രാവിലെ തന്നെ കാണാൻ കഴിയുന്നുണ്ട്. പോളിംഗ് ബൂത്തുകളിൽ നീണ്ട നിര. ഇപ്പോൾ കെ രാധാകൃഷ്ണൻ പറഞ്ഞതുപോലെ തന്നെ വലിയ തരത്തിലുള്ള ഒരു അസത്യ പ്രചരണങ്ങൾ, വ്യാജ പ്രചരണങ്ങൾ രാവിലെ തന്നെ മാധ്യമങ്ങൾ EP ജയരാജൻ്റെ ആത്മകഥയുമായി ബന്ധപ്പെട്ട ആത്മകഥയിൽ വന്നത് എന്ന തരത്തിൽ പ്രചരിപ്പിച്ച കാര്യങ്ങൾ, അസത്യ പ്രചരണങ്ങൾ, അത്തരം വാർത്തകളെ, അസത്യ പ്രചരണങ്ങളെ തള്ളിക്കളയുക തന്നെ ചെയ്യും വോട്ടർമാർ. ചേലക്കരയിലെയും വയനാട്ടിലെയും വോട്ടർമാരും തന്നെയാണ് ഇപ്പോൾ കെ രാധാകൃഷ്ണൻ പറഞ്ഞു. എങ്ങനെയാണ് ചേലക്കരയിലെ വോട്ടിംഗ് പുരോഗമിക്കുന്നത്? അവിടെ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ. വളരെ സമാധാനപരമായ ഒരു പോളിംഗ് ആണ് നടക്കുന്നത് രാവിലെ മുതൽ, അല്ലേ? അസജ്, തീർച്ചയായും വലിയ ആവേശത്തിലാണ് ഇടത് ക്യാമ്പ്. കെ രാധാകൃഷ്ണന്റെ പ്രതികരണത്തിൽ നിന്ന് തന്നെ ഒരു കാര്യം വ്യക്തമാണ്. വലിയ ആവേശത്തോടെ വോട്ടർമാർ പോളിംഗ് ബൂത്തുകളിൽ എത്തുന്നു. ഇതൊരു ഇടത് കോട്ടയാണ്. ആ ഇടത് കോട്ടയിൽ വോട്ടർമാർ കൂടുതൽ പോളിംഗ് ബൂത്തിലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ തങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്ന ഘടകം തന്നെയാണ് എന്നതാണ് കെ രാധാകൃഷ്ണൻ വ്യക്തമാക്കുന്നത്. അതായത് ഇടതുമുന്നണി വലിയ മജോറിറ്റിയിൽ ഒരു വിജയം ഇവിടെ പ്രതീക്ഷിക്കുന്നു. ഈ പോളിംഗ് ആരംഭിച്ചതിന് ശേഷമുള്ള ആളുകളുടെ പ്രതികരണങ്ങളിൽ നിന്ന് അവർ അങ്ങനെ ഒരു നിഗമനത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് തന്നെ അനുമാനിക്കേണ്ടിയിരിക്കുന്നു. കെ രാധാകൃഷ്ണൻ അല്പം മുമ്പ് 75 നമ്പർ ബൂത്തിൽ എത്തി വോട്ട് രേഖപ്പെടുത്തി മടങ്ങി. അദ്ദേഹം അല്പം മുമ്പ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ഇക്കാര്യത്തിൽ വലിയ ആവേശത്തോടെ ആളുകൾ പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തുന്നു. അത് ഇടത് പക്ഷത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ആത്മവിശ്വാസം നൽകുന്ന ഘടകമാണ്. വോട്ടർമാർ ഇടതുമുന്നണിക്ക് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ്. കഴിഞ്ഞ ഒരു മാസക്കാലം ഇടതുമുന്നണി മുന്നോട്ട് വെച്ച പ്രചരണം എല്ലാം ജനങ്ങൾക്കിടയിൽ കൃത്യമായി എത്തിയിട്ടുണ്ട്. സംസ്ഥാന സർക്കാർ നടപ്പാക്കിയ വികസന ക്ഷേമ പ്രവർത്തനം എത്തിയിട്ടുണ്ട്. അതിൽ ആ ക്ഷേമ പദ്ധതികളുടെ കൂട്ടത്തിലാണ് സാമൂഹ്യക്ഷേമ പെൻഷൻ അടക്കമുള്ളവ വലിയ പ്രതിസന്ധിക്കിടയിലും കൊടുത്തു തീർക്കാൻ കഴിഞ്ഞതടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞത്. മറ്റൊന്ന്, EP-യുടെ ആത്മകഥ എന്ന പേരിൽ പ്രചരിക്കുന്ന ചില വാർത്തകളുമായി ബന്ധപ്പെട്ടാണ്. അത് ഫേക്ക് ന്യൂസ് ആണെന്ന് EP തന്നെ പറഞ്ഞ പശ്ചാത്തലത്തിൽ അതിന് മറുപടി അർഹിക്കുന്നില്ല. തെരഞ്ഞെടുപ്പിൻ്റെ ദിവസം ഇത് പുറത്തു വരുന്നതിൽ അങ്ങനെ ഒരു വാർത്ത സൃഷ്ടിച്ചെടുത്തതിൽ ദുരൂഹതയുണ്ട്. അത് കൃത്യമാണ്. തെരഞ്ഞെടുപ്പ് തന്നെയാണ് ലക്ഷ്യം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ദിവസവും രാവിലെ ഇതുപോലെ സമാന രീതിയിൽ ചില ആരോപണങ്ങളും വാർത്തകളും ഒക്കെ പൊന്തി വന്നിരുന്നു. അങ്ങനെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പോളിംഗ് ഡേയിൽ രാവിലെ ഒരു വസ്തുതയുമില്ലാത്ത കള്ളക്കഥകൾ മെനയുക എന്നുള്ള ഒരു ശൈലിയിലേക്ക് എത്തിയിട്ടുണ്ട് ചില ആളുകൾ. അത് തന്നെയാണ് ഇന്നും കണ്ടത്. അതിനപ്പുറം യാതൊരു പ്രതികരണവും അർഹിക്കുന്നില്ല. കാരണം EP ജയരാജൻ തന്നെ ആ വാർത്ത വസ്തുതാവിരുദ്ധമാണ് എന്ന് അറിയിച്ച പശ്ചാത്തലത്തിൽ അതിന് യാതൊരു പ്രസക്തിയുമില്ല എന്ന് തന്നെയാണ്. അതൊന്നും ഇവിടത്തെ വോട്ടർമാരെ ബാധിക്കില്ല. നുണപ്രചരണങ്ങളെ ചേലക്കര തള്ളിക്കളയും. കാരണം ചേലക്കരയുടെ രാഷ്ട്രീയ പാരമ്പര്യം അങ്ങനെ തന്നെയാണെന്ന ആത്മവിശ്വാസം അത് കെ രാധാകൃഷ്ണനിൽ നിന്ന് മാത്രമല്ല മറ്റ് പല ഇടതു നേതാക്കളുമായി നമ്മൾ ബന്ധപ്പെടുമ്പോൾ ഇപ്പോൾ ഈ 3.5-4 മണിക്കൂർ പോളിംഗ് പിന്നിടുമ്പോൾ വലിയ ആത്മവിശ്വാസത്തിലാണ് ഇടത് ക്യാമ്പ് എന്നുള്ളതാണ് ഏറ്റവും സവിശേഷമായ ആത്മവിശ്വാസം ഇടത് ക്യാമ്പിലുണ്ട്. കാരണം കൃത്യമായ മണ്ഡലത്തിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങളുടെ പേരിലാണ്, സംസ്ഥാന സർക്കാർ നടത്തുന്ന വികസന പ്രവർത്തനങ്ങളുടെ പേരിലാണ്, മുടങ്ങാതെ ക്ഷേമ പെൻഷൻ കൊടുക്കുന്നതിൻ്റെ പേരിലാണ് 66 ലക്ഷം പേർക്ക് 1600 രൂപ വീതം കൊടുക്കുന്ന ലോകത്തിന് തന്നെ മാതൃകയായ ക്ഷേമ പദ്ധതി, വാർദ്ധക്യ ക്ഷേമ പെൻഷനുകൾ കൊടുക്കുന്ന സംസ്ഥാനം എന്ന രീതിയിൽ രാജ്യത്തിന് മാതൃകയായ, ലോകത്തിന് തന്നെ മുന്നിൽ കേരള മോഡൽ അവതരിപ്പിച്ച LDF സർക്കാർ. അതുകൂടി തന്നെയാകും ചേലക്കരയിലും വയനാട്ടിലെയും ജനങ്ങൾ വിധി എഴുതുക.